കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നീരജലോചന നിന്നോടായി. ഏതേനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കണം. പാട്ട് പാടിയതൊന്നും അല്ല കേട്ടോ, ഇതൊരു ശ്ലോകമാണ്. രണ്ട് കൈയും കൂപ്പി ഞാൻ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, ഒന്നിനും ഒന്നിനും മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ എനിക്ക് വരുത്തരുതേ ഭഗവാനെ എന്ന്. അത് എന്തിനു വേണമെങ്കിലും ആവാട്ടോ, ധനപരമായി മാത്രമല്ല, എന്തിനും ഏതിനും നമുക്ക് വേറൊരാളുടെ ഡിപ്പെൻഡൻസി ഉണ്ടാവരുതേ എന്നാണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒരേ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാവണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് ഏതൊരു ഭഗവാന്റെ, ഗുരുവായൂരപ്പന്റെ ഭക്തനും ആഗ്രഹിക്കാതിരിക്കില്ല അല്ലെ. അങ്ങനെയുള്ളവർക്ക് ചൊല്ലാനായിട്ടാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ. എന്ത് കാര്യത്തിനും ഞാൻ ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നു, മറ്റൊരാളുടെ മുമ്പിൽ ഒന്നിനു വേണ്ടിയും കൈ നീട്ടേണ്ടി വരരുതേ ഗുരുവായൂരപ്പ എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത്. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നീരജലോചന നിന്നോടായി. ഏതിനോ മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കണേ കൃഷ്ണ എന്നാണ് പ്രാർത്ഥന.